ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ലൈറ്റാണ്. അതായത് എമർജൻസി ലൈറ്റാണ്. സംഭവം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. പക്ഷേ നമുക്കിത് എല്ലാ അത്യാവശ്യം കാര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ക്യാമ്പിങ്ങിനാണെങ്കിലും ഹൈക്കിങ്ങിനാണെങ്കിലും പിന്നെ ചെറിയ ടെൻറ്റ് സ്റ്റേ അടിച്ച് നമുക്ക് ചെറിയൊരു വണ്ടി നൈറ്റ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ലൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് തലയിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് കൈയും നമ്മുടെ ഫ്രീ ആയിരിക്കും. നമുക്കൊരു ലൈറ്റ് പിടിച്ചു തരാൻ വേണ്ടി വേറൊരാളോ ഒരു ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമോ നമുക്ക് വേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ലൈറ്റും അതിൻ്റെ ഒരു സ്ട്രാപ്പും നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. അതാണ് ഈ സ്ട്രാപ്പ്, നമുക്ക് കാണാം. പിന്നെ ഇതാണ് നമ്മുടെ ലൈറ്റ് വന്നേക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു സൈസിലാണ് ഇറക്കിയേക്കുന്നത്. നമുക്കതുമ്പോൾ ക്യാരി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാം എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ വരുന്നൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ചെറിയൊരു കേബിളാണ്. പിന്നെ നമുക്ക് ഈ ലൈറ്റ് അത്യാവശ്യം ഒരു ബിൽഡ് ക്വാളിറ്റിയിലായിട്ട് ഇറക്കിയേക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അഥവാ താഴെ വീണാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിൽ സി ടൈപ്പാണ് നമുക്ക് ചാർജിങ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പവർ ബട്ടൺ ആണ്, റൈറ്റ് സൈഡിൽ കാണുന്നതും പവർ ബട്ടൺ ആണ്. ലെഫ്റ്റ് സൈഡിൽ പവർ ബട്ടൺ ഓണാക്കി നമുക്ക് ലൈറ്റ് ഓൺ ആവും. റൈറ്റ് സൈഡിൽ വരുന്നത് സ്വിച്ച് ആണ് നമുക്ക് വേവ് സെൻസർ ഓൺ ആക്കുന്നത്. ഞാൻ റൈറ്റ് സൈഡിലെ സെറ്റ് ഓൺ ആകുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ടാണ് ലൈറ്റ് ഓൺ ആവുന്നത്. അതാണ് നമ്മുടെ സെൻസർ ഓൺ ആയിട്ടിരിക്കുന്ന ടൈമാണത്. അത് ഞാൻ നമ്മുടെ കൈയൊന്നും ഇതുപോലെ ഫ്ലിപ്പ് ചെയ്താൽ വർക്കാവും. ഞാൻ ഒന്നും കൂടി ഇതിൽ കാണിച്ചു തരാം വീഡിയോയിൽ. നമുക്ക് അത്യാവശ്യം ഇതിൽ ഈ ലൈറ്റിന് വെയിറ്റ് വരുന്ന ഒരു 48 ഗ്രാം ഇതിൽ വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ നമുക്കിത് ഫുള്ളി വാട്ടർ പ്രൂഫായിട്ടാണ് ലൈറ്റ്. ഇതാണ് അതിൻ്റെ മെയിൻ ലൈറ്റ് വരുന്നത്. നമുക്ക് പിന്നെ അതിൽ ലോ ബീമാണിത്. പിന്നെ നമുക്ക് ലോ ബീമും ഹൈ ബീമും കൂടി നമുക്ക് ഒറ്റ ടൈമിൽ നമുക്ക് ഓണാക്കാൻ പറ്റും. അതാണ് ഈ കാണുന്ന വെട്ടം. ലോ ബീം ഹൈ ബീമും കൂടി ആയിട്ടുള്ള ഇതാണ്. ഞാനിതിൽ പിന്നെ അതിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ വരുന്നതാണ് ഒരു റെഡ് ഇൻഡിക്കേഷൻ. നമുക്ക് അടുത്ത വരുന്ന ലൈറ്റാണത്. അതായത് നമുക്കൊരു വാണിംഗ് ആയിട്ടുള്ള ഒരു ലൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഒരു റെഡും ബ്ലൂവും കൂടിയായിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ലൈറ്റാണ്. ഫ്ലിക്കറിങ്ങോട് കൂടിയായിട്ടുള്ളതാണ്. നമുക്കൊരു നിർത്തിയിടുന്ന സമയത്ത് എന്തെങ്കിലും വണ്ടിയുടെ ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതാണ് ലോ ബീം ആയിട്ടുള്ള നമുക്ക് ലൈറ്റ്. ഇതാണ് നമുക്ക് മെയിൻ ലൈറ്റ്. ഇതിൽ ഇത്രയും മൂഡുകളാണ്, ഇത്രയും ഓപ്ഷനുകളാണ് നമുക്ക് ഈ ലൈറ്റിൽ വരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിതിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 3 ആംഗിളോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് പിന്നെ ചാർജ് ചെയ്യണ സമയത്ത് ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, റെഡ് കളർ. നമുക്കത് ബ്ലൂ കളറാവും ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്കും. പിന്നെ ഇതിൻ്റെ നമുക്കൊരു നൈറ്റ് ആണെങ്കിലും ലൈറ്റ് വെച്ച് നമുക്കത് കാണാൻ പറ്റും. അതിൽ ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ബാക്കിൽ കൂടിയാണ് നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ഇടുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാപ്പ് ഇടാൻ പറ്റും. ഇത് മേളിൽ കാണുന്ന ഇതിൽ നമുക്കിനി സ്ട്രാപ്പ് ഇട്ടിട്ട് കാണാം. ഇതാണ് സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്കുള്ള. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാപ്പ് ടോർച്ച് ലൈറ്റിലോട്ട് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റും. ഇതാണ് വേവ് സെൻസർ ഓൺ ആയിരുന്നതിലുള്ള ടൈം. നമുക്കിങ്ങനെ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈറ്റിൻ്റെ മുമ്പിൽ കൂടി ഒന്ന് ഓടിച്ചാൽ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാനും ഒന്നും കൂടി ഓടിച്ചാൽ ലൈറ്റ് ഓൺ ആക്കാനും സാധിക്കും. അത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമായിരിക്കും നമ്മുടെ വേവ് സെൻസർ ഓൺ ആവുന്നത്. അതായിരിക്കും നമ്മുടെ തലയിൽ വെച്ചിരുന്നാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് ഇതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു താഴത്തോട്ട് വെട്ടം വേണോ അതോ കുറച്ചും കൂടി താഴത്തോട്ട് വേണോ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൽ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട്. ടിൽറ്റും ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ മേലോട്ട് വേണമെങ്കിൽ മേലോട്ടാക്കാം. നമുക്കിത് നൈറ്റ് ഇതിൻ്റെ വെട്ടം ഒന്ന് നോക്കാം. ഇതാണ് നൈറ്റ് എല്ലാം ഉണ്ടാകുന്ന വെട്ടം. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലൈറ്റ് ഓൺ ആവുന്നതാണ് ഈ വെട്ടം വരുന്നത്.
ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു വെട്ടമാണ്. അത് അത്യാവശ്യം വളരെ വെട്ടമുണ്ട്. നമുക്ക് എന്താണ് നമുക്ക് കാണുന്നത് എല്ലാ ഒബ്ജക്റ്റ് കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമ്മുടെ ലോബി സെക്കൻഡ് വരുന്ന ഒരു ലൈറ്റാണിത്. നമുക്ക് ഏറ്റവും അടുത്ത് നിന്നിട്ട് നമുക്ക് വളരെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കാണാൻ. ഇത് ലോ ബീമും ഹൈ ബീമും കൂടിയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണ മൂന്നാമത്തെ ലൈറ്റാണ്. ഇത് നമുക്ക് വരുന്നൊരു വാണിംഗ് ലൈറ്റാണ്, ഒരു ചുമന്ന ഇൻഡിക്കേഷനായിട്ടുള്ള. ഇത് ഞാൻ ക്യാമറയിൽ കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരിക്കും അതിൻ്റെ ഒരു വെട്ടം വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു റെഡും ബ്ലൂവും കൂടിയുള്ളൊരു ഫ്ലിക്കറിങ് ടൈപ്പ് ആയിട്ടുള്ളൊരു വരുന്ന ലൈറ്റാണ്. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ടൈമിങ് എന്തോരം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ടൈമർ വെച്ചിട്ട് ലോ ബീം ഹൈ ബീം, അതായത് ഇതിൻ്റെ തേർഡ് മോഡിൽ സ്വിച്ചിൽ ഓൺ ആക്കിയിട്ടുള്ള ലൈറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ എനിക്കൊരു മാക്സിമം ഒരു 2.5 മണിക്കൂറോളമാണ് ഈ നമുക്ക് മൂന്നാമത്തെ ലൈറ്റിൽ ഓൺ ആക്കിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇവർ പറയുന്നത് ഒരു 6 മണിക്കൂറോളമാണ്. അപ്പോൾ ഞാനിതിൻ്റെ മാക്സിമം പവറിൽ മാക്സിമം ടൈം എന്തോരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത്. ഒരു 2.25 മണിക്കൂർ വരെ ഓടും. അപ്പോൾ 2.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ലൈറ്റ് ഡിമ്മാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഒന്ന് നമുക്ക് അഴിച്ച് നോക്കാം മുഴുവനായിട്ട്. അപ്പോൾ ഇതിൽ 4 സ്ക്രൂ ആണ് നമുക്ക് അഴിക്കാനായിട്ടുള്ളത്. സ്റ്റാറിൻ്റെ ഏറ്റവും ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഞാൻ ഇത് അഴിക്കുന്നത്. നമുക്കിത് അഴിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് ലിഥിയം അയൺ ബാറ്ററി ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതൊരു 500 mAh വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ബോർഡ് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഉണ്ട്.